വചനം എന്ന് പറയുന്നത് ഇത് നമ്മളെ രൂപപ്പെടുത്തുന്നതാണ്, രൂപാന്തരപ്പെടുത്തുന്നതാണ്. വചനം പ്രമാണിക്കത്തവൻ പണിക്കാത്തവൻ കള്ളൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആകാശം മാറും, ഭൂമി മാറും, ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. ഈ ഇന്ന് കാണുന്ന ഭൂമിക്ക് മാറ്റമുണ്ടാകും, ഇന്ന് കാണുന്ന ആകാശത്തിന് മാറ്റമുണ്ടാകും. പക്ഷേ മാറ്റമില്ലാതെ നിൽക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, ദൈവത്തിന്റെ വചനം. അതുകൊണ്ടാണ് ഇതുള്ളിലാക്കണമെന്ന് പറയുന്നത്. വേറെ എന്തൊക്കെ മാറിയാലും ദൈവത്തിനും ദൈവത്തിന്റെ വചനത്തിനും മാറ്റമില്ല. ആ മാറ്റമില്ലാത്ത ഒന്ന് ദൈവം നമ്മുടെ കരങ്ങളിൽ തന്നിരിക്കുമ്പോൾ ഇതിനെ പിൻപറ്റുവാൻ നമുക്ക് സാധിക്കണം, ഇതിൽ നിലനിൽക്കുവാനായിട്ട് സാധിക്കണം. വചനം പഠിക്കുവാൻ, വചനം ഗ്രഹിക്കുവാൻ, വചനം ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കേണ്ടുന്നത് ആവശ്യമാണ്. എത്ര മഹത്വകരമായ അനുഭവമാണ് യേശുവിന്റെ കരങ്ങളിലിരിക്കുന്ന നക്ഷത്രം പോലെ. അതോടൊപ്പം തന്നെ വചനമാകുന്ന വാൾ നമ്മൾ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. ലോകത്തെ കീഴ്മേൽ മറിച്ചത് യേശുവിന്റെ വചനമാണ്, അനേകരെ രൂപാന്തരത്തിലേക്ക് നയിച്ചത്. എത്രയോ നരഭോജികളെ നരസ്നേഹികളാക്കി തീർത്തത് ദൈവവചനമാണ്. മനുഷ്യരെ ഉപദ്രവിക്കുന്നവരെ ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരികയും ദൈവവചനത്തിൽ ഉറപ്പിച്ചു കൊണ്ടുപോയത് ഈ ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ട് മനുഷ്യ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ, ലോകത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ഒന്നിന് മാത്രമേ സാധിക്കുകയുള്ളൂ, അത് യേശുവിന്റെ വചനമാണ്. ആ വചനത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കുവാനായിട്ട് സാധിക്കണം. പ്രിയമുള്ള